നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. കാരണം വെച്ചാൽ ശരിക്കും കരഞ്ഞു പോയി പടം. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ചതിക്കാൻ നോക്കണ ഒരുപാട് ഇതുണ്ടല്ലോ. അതിലൊരു ഇതായിട്ടാണ് ധ്യാൻ്റെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു നല്ലൊരു സിനിമ ധ്യാൻ്റെ പടം കണ്ടത്. അതുകൊണ്ടിട്ട് നല്ല പടം തന്നെയാണ്, എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ കാണണം. ഭയങ്കര ഇമോഷണൽ, കണ്ണ് നിറഞ്ഞിരിക്കണ്ടില്ലേ. ധ്യാൻ്റെ പടം ഇത്രയും നാൾ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം ഇതാണ്. ഭയങ്കര ഇമോഷണലായി പോയി. കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഭാര്യയാണല്ലോ, ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പടത്തിൽ ഇങ്ങനെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ശരിക്കും കരഞ്ഞു പോകും ആ പടം. അതായത് ധ്യാനോട് ഒരുപാട് നന്ദി. കാരണം ധ്യാൻ്റെ കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ലൊരു പടം കാണാൻ പറ്റിയത് കണ്ണ് നിറഞ്ഞിരിക്കണ്ടല്ലേ. ധ്യാൻ ചേട്ടൻ ഇത് കാണണം, നല്ല പടമാണ്. സൂപ്പറായിരുന്നു, നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു, നന്നായിട്ടുണ്ട്. ത്രില്ലിംഗ് ആയിരുന്നു, കണ്ടിരിക്കായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നല്ലോ, നല്ലതായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നല്ലോ, നല്ലതായിരുന്നു. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. പറ്റിയതാണ്, നല്ല കഥയാണ്, എല്ലാവർക്കും കാണാൻ പറ്റിയതാണ്. ശരി. ഓ അതെ, പിന്നെ ഇത് പുതുമുള്ള ഇതാണിത് സാർ, നല്ല ഇതാണ്. നല്ല പ്രകടനമായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടു. ഫാമിലി നല്ല പടമാണ്, ഇഷ്ടപ്പെട്ടു. പടം നല്ലതാണ്, സൂപ്പറാണ്. നല്ലതായിരുന്നു, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നല്ല പടം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല മെസ്സേജുള്ള പടം, കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. കൊള്ളാം, സൂപ്പർ. നല്ല സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ളൊരു മൂവി, എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. ഇപ്പോഴത്തെ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് കുറേ പേരുടെ ഫോട്ടോസും ഇതൊക്കെ. അപ്പോൾ എല്ലാം നമുക്കുണ്ട്, ആൺപിള്ളേരായാലും മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക, ഒരുപാട് പേരുടെ ലൈഫ് വെച്ച് കളിക്കരുത്. ഒരു നല്ലൊരു മെസ്സേജാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. അത്രയും റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, നിങ്ങളെല്ലാവരും കാണണം. എന്താ പറയുക, എന്ത് പറയണമെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്, വർഷം തന്നെ കാണാൻ പറ്റിയില്ല. ID സിനിമ നല്ലൊരു സിനിമയായിട്ട് തോന്നി. അതായത് നല്ലൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ കുറച്ച് പടങ്ങൾ അടുപ്പിച്ച് പരാജയ പടങ്ങളായല്ലോ വന്നത്. അങ്ങനെ പുള്ളിയും ഫ്ലോപ്പ് സ്റ്റാർന്ന് വരെ വിളിച്ച ആൾക്കാരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ഈ പടം തികച്ചും ഒരു വ്യത്യസ്തമായിട്ട് നല്ല ത്രില്ലർ സംഭവത്തിൽ പോയിട്ടുണ്ട് പടം. ഏതായാലും കൊള്ളാം. 2025 തുടക്കത്തിൽ തന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ നല്ലൊരു തിരിച്ചുവരവ്, അങ്ങനെ വേണം പറയാൻ. ഏതായാലും ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഫേസ്ബുക്കും ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും നല്ലൊരു പടം. ID എൻ്റർടൈൻമെൻറ്റ് അപ്പുറം ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്, ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ഒരു ഫേക്ക് ID ആയിട്ട് നമ്മുടെ പെൺകുട്ടികളുടെ മോഫ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസിൻ്റെയും കുറേ കാര്യങ്ങളിലൊക്കെ കുറച്ച് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പിടിക്കപ്പെടും എന്നുള്ള രീതിയിൽ. അതല്ല, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ കാണിച്ച പോലെ ഫീലിങ്സ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ അത് ഫീലിങ്സോടുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കും ഒരു മെസ്സേജ് ഉണ്ട്, അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന ആൾക്കാർക്കും ചെറിയൊരു വാർണിംഗ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതിലെ മാർക്കറ്റിംഗ് സാധ്യത കൃത്യമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സിനിമാക്കാരും ഇതിൽ കാണിച്ചേക്കണം മാർക്കറ്റിംഗ് രംഗത്ത്. അവിടെ സിനിമാക്കാർ മാത്രമല്ല, മൊബൈൽ രംഗത്താണെങ്കിൽ ശരി, പലയിടത്തും ഇത് ഉണ്ട്, ലൈഫിലുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക മെസ്സേജുള്ള മൂവിയാണ്. ന്യൂജൻ കാണേണ്ട ഒരു മൂവിയാണ്. ന്യൂജൻ മാത്രമല്ല, എല്ലാ ജനും കാണേണ്ട മൂവി തന്നെയാണ്. എന്തായാലും കൊള്ളാം, നല്ല പെർഫോമൻസ് ആണ്. നല്ല രീതി തന്നെ പ്രതികരിക്കാൻ തോന്നിയത്. കാരണം എന്താ പറയുക, എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫേസ് മാത്രം മതി, ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത് ഫേസ് മാത്രം മതി, ബോഡി വേറെ ഫിറ്റ് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ പെൺകുട്ടികളുടെ വേഷവും ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഇപ്പോൾ വേഷം പറഞ്ഞിട്ടാൽ പോലും പെൺകുട്ടികളുടെ ഫേസ് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്രിയേഷൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനൊരു പണിഷ്മെൻറ്റ് അത്യാവശ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ റിയൽ ലൈഫിൽ ഇത്രയും ഇമോഷണലുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ വീഡിയോ ഓഫ് ചെയ്തിരുന്നതെന്നുള്ളത്. ഇമോഷണൽ ടച്ച് ഒട്ടും ഇല്ലാത്ത ആൾക്കാരാണ് പരമാവധി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത്. എന്തായാലും കൊള്ളാം, നല്ല മൂവിയാണ്. ഇരുന്ന് പിടിച്ചിരുത്തും, നമ്മളെ ക്ലൈമാക്സ് വരെ പിടിച്ചിരുത്തും. കാണുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് സ്ത്രീകളുടെ ഉള്ളിൽ ഈ ഒരു നമ്മൾ ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ചെയ്യാത്തൊരു കാര്യത്തിൽ ഇമോഷണലി നമുക്ക് വീക്കാവുന്നൊരു കാര്യം തന്നെയാണ്. എങ്ങനെയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും അതൊരു പബ്ലിസിറ്റിയിൽ ഭയങ്കര നമുക്ക് കാണുന്നതല്ല ഒറിജിനൽ. ഓക്കെ.